പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിന് ഉള്ളത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ മുഴങ്ങുന്ന ശബ്ദം ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു. മഹാപുരുഷാരത്തിൻ്റെ ഘോഷം പോലെ ഹല്ലേലൂയ, കോടാനുകോടി ഹല്ലേലൂയ ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദമാണ് ഇവിടെ നാം കേൾക്കുന്നത്. ഹല്ലേലൂയ. തുടർന്ന് നാം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ചെറിയവരും വലിയവരും ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല. ഉന്നതനോ താഴ്ന്നവനോ എന്ന ഒരു വ്യത്യാസവുമില്ല. പണ്ഡിതനോ പാമരനോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരുപോലെ ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇതാ വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ സകല ദാസന്മാരും ഭക്തന്മാരും ദൈവത്തെ ആരാധിക്കുന്നു. സ്വർഗത്തിലെ ഹല്ലേലൂയ 4 ജീവികളും 24 മൂപ്പന്മാരും എല്ലാവരും ഒരു വ്യത്യാസവും കൂടാതെ ദൈവത്തെ ആരാധിക്കുന്നു. ഈ വാക്യങ്ങളിൽ നാം തുടർന്ന് വായിക്കുമ്പോൾ ഹല്ലേലൂയ 4 പ്രാവശ്യം ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത് നമുക്ക് കാണാം. ഒന്നാമതായി കാണുന്നത് ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ രക്ഷകൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഹല്ലേലൂയ എന്ന് പറയുന്നത്. രക്ഷ കർത്താവിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. ഇതാ ഇവിടെ നാം വായിക്കുന്നു, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളതാ. നാം നമ്മുടെ ഭവനത്തിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ഒരു കാര്യം വിളിച്ചു പറയുക, നമുക്ക് രക്ഷ തന്ന ഒരു ദൈവമുണ്ട്, നമ്മെ നടത്തിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനല്ല നമ്മെ നടത്തുന്നത് നമ്മുടെ കർത്താവാണ്. അവനാ നമ്മെ രക്ഷിക്കുന്നത്. നമ്മുടെ സകല പാപത്തിൽ നിന്ന്, നമ്മുടെ ശാപത്തിൽ നിന്ന്, നമ്മുടെ രോഗത്തിൽ നിന്ന് നമുക്ക് എവിടുന്നാണോ വിടുതൽ വേണ്ടത് അവിടെ എല്ലാം രക്ഷിക്കുന്നത് നമ്മുടെ കർത്താവാണ്. ഇന്ന് പകൽക്കാലവും നമ്മുടെ വീട്ടിനകത്ത് ഹല്ലേലൂയയുടെ ശബ്ദം മുഴങ്ങുമ്പോൾ നാം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ രക്ഷിക്കുന്ന ഒരു രക്ഷകൻ എനിക്കുണ്ട്. ഹല്ലേലൂയ. എന്നെ കൈവിടാത്ത ഒരു രക്ഷകനുണ്ട് ഈ പകൽക്കാലം. അതുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് ഹല്ലേലൂയ എന്ന് പറയാം. രണ്ടാമതായി ഹല്ലേലൂയ പറയുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഭൂമിയെ വഷളാക്കിയ ഹല്ലേലൂയ ബാബിലോൺ എന്ന ശക്തിയെ ദൈവം ന്യായം വിധിച്ചതുകൊണ്ടാണ്. അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ. തൻ്റെ ദാസന്മാരുടെ രക്തത്തിന് അവൻ പ്രതികാരം ചെയ്തു. അവൻ ന്യായം വിധിക്കുന്ന ദൈവമാണ്. അവൻ തൻ്റെ ജനത്തോട് പോരാടുന്ന, തൻ്റെ ജനത്തിൻ്റെ നന്മയ്ക്കെതിരെ വ്യാപരിക്കുന്ന ദുഷ്ടയായ ബാബിലോണിയ ശക്തിയെ തകർത്ത് അവരുടെ മേൽ ജയം കൊണ്ടാടി. അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു. അതുവരെ പോരാടിയ, അതുവരെ തടഞ്ഞു നിർത്തിയ ഹല്ലേലൂയ ആ മർമ്മം മഹദിയാം ബാബിലോണിനെ കർത്താവ് ന്യായം വിധിച്ചു. അത് കണ്ടപ്പോൾ ജനത്തിൻ്റെ വായടച്ച് വെക്കാൻ പറ്റിയില്ല. അവർ കര ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ എന്ന് പെരുവെള്ളത്തിൻ്റെ മുഴക്കം പോലെ, വലിയ പുരുഷാരത്തിൻ്റെ ശബ്ദം പോലെ, അല്ലെങ്കിൽ തകർത്ത ഇടിമുഴക്കം പോലെ ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാവിലെയും പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ വീട്ടിനകത്ത് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നീ ആരാധിക്കുമ്പോൾ തന്നെ നിൻ്റെ നന്മയ്ക്കെതിരെ വ്യാപരിക്കുന്ന, നിൻ്റെ ആരോഗ്യത്തിനെതിരെ വ്യാപരിക്കുന്ന, ശുശ്രൂഷയ്ക്കെതിരെ വ്യാപരിക്കുന്ന, മുമ്പോട്ട് വിടത്തില്ലെന്ന് പറയുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ മേലും കർത്താവ് നിനക്ക് ജയം തരും. അതുകൊണ്ട് നമ്മുടെ അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. സ്തുതിക്കുന്നത് ഏറ്റവും വലിയ ഒരു മരുന്നാണ്. സ്തുതിക്കുന്നത് ഏറ്റവും വലിയൊരു ശക്തിയാണ്. സ്തുതിക്കുന്നത് ഏറ്റവും വലിയൊരു പോഷകമാണ്. ഇന്ന് പകൽക്കാലവും ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്ന ദൈവവേദിലെ നീ സ്തുതിക്കുന്നവനാണോ? നിൻ്റെ ഉള്ളിൽ ബലമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഹല്ലേലൂയ, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ അവൻ ബലം നിയമിച്ചിരിക്കുന്നു. സ്തുതിക്കുന്നവൻ്റെ വീട്ടിനകത്ത് ബലമുണ്ട്. സ്തുതിക്കുന്നവൻ്റെ ശരീരത്തിൽ ആരോഗ്യമുണ്ട്. സ്തുതിക്കുന്നവൻ്റെ ശരീരത്തിന്മേൽ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. സ്തുതിക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം വാതിലുകൾ തുറക്കും. ഇന്ന് പകൽക്കാലവും നമുക്ക് പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ മൂന്നാമതായി വേദപുസ്തകം പറയുന്നു, നമ്മുടെ കർത്താവിനെ അവർ ആരാധിക്കുന്നത് മറ്റൊന്നും കണ്ടതുകൊണ്ടല്ല, നമ്മുടെ ദൈവം ദൈവമായതുകൊണ്ടാണ്. അവനോട് തുല്യനായി പറയാൻ ആരുമില്ല.
പാട്ടുകാരൻ പറയുന്നത് അങ്ങനല്ലേ, അങ്ങേക്ക് തുല്യനായി അങ്ങു മാത്രം. അതുകൊണ്ടാണ് എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നത്. താൻ ദൈവമായതുകൊണ്ട് ഹല്ലേലൂയ എല്ലാവരും വീണ് നമസ്കരിച്ചു. അവൻ 24 മൂപ്പന്മാരും അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ടപ്പോൾ അവൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ വീണിട്ട് അവനെ നമസ്കരിച്ചു. ഇന്ന് പകൽക്കാലം മറ്റൊരു നന്മയും കണ്ടില്ലെങ്കിലും മറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. അവൻ സർവ്വസ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായ ദൈവമാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് ഹല്ലേലൂയ പറയുന്നത് എത്ര ഭാഗ്യത്തിൻ്റെ അവസ്ഥയാണ്. ഇതാ 4ാമത് ഹല്ലേലൂയ പറയുന്നത് നമ്മുടെ കർത്താവ് രാജാവെന്ന് നാം ഡിക്ലെയർ ചെയ്യുമ്പോഴാണ്. നമ്മുടെ കർത്താവിൻ്റെ കല്യാണം നടക്കുന്നതിനാണ്, കർത്താവിൻ്റെ മണവാട്ടിയെ കണ്ടതുകൊണ്ടാണ്. ഇന്ന് രാവിലെയും നമുക്കും വാ തുറന്ന് വിളിച്ചു പറയാം, എൻ്റെ കർത്താവും ദൈവവുമേ, നീ എൻ്റെ രാജാവാ, എൻ്റെ വീട്ടിലെ രാജാവാ. നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ ഓഫീസിനകത്ത്, നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങൾ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ നിങ്ങൾ സമൂഹത്തോട്, ദേശത്തോട്, അദൃശ്യ മണ്ഡലത്തോട്, ഹല്ലേലൂയ ദൂതന്മാരോട്, ചുറ്റുപാട് നിങ്ങളെ കാണുന്നവരോട് വിളിച്ചു പറയുക, എനിക്കൊരു രാജാവുണ്ട്, അവൻ രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഞാൻ തനിയെ നടക്കുന്ന വ്യക്തിയല്ല, എനിക്ക് ഒരു രാജാവുണ്ട്. ഇന്ന് പകൽക്കാലവും നമുക്കൊന്ന് വിളിച്ചു പറയാം ഹല്ലേലൂയ. സ്വർഗത്തിൽ കേട്ട ആ 4 ഹല്ലേലൂയ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒന്ന് വിളിച്ചു പറയാം, നമ്മുടെ ഓഫീസിൽ വിളിച്ചു പറയാം, നമ്മുടെ വഴികളിൽ വിളിച്ചു പറയാം, എനിക്ക് ഒരു രാജാവുണ്ട്, എനിക്കൊരു രക്ഷകനുണ്ട്. ഹല്ലേലൂയ, അവൻ ദൈവമാ, അവൻ എൻ്റെ ശത്രുക്കളെ തകർത്തവനാ. അതുകൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അവൻ സ്തുതികൾക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.